Good morning, my dear students. Welcome back to our online class. Today's class is a continuation of our focus area lessons. Today we are going to discuss our 12th chapter. The topic is insolation and atmospheric condition. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോ. അതിൽ നമ്മൾ 12ാമത്തെ നമ്മുടെ 12th ചാപ്റ്റർ ആയിട്ടുള്ള ഇൻസുലേഷൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആദ്യം വാട്ട് ഈസ് ഇൻസുലേഷൻ, എന്താണ് ഇൻസുലേഷൻ? എനർജി ഫ്രം ദി സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദി ഫോം ഓഫ് റേസ്, ദിസ് ഈസ് കാൾഡ് ഇൻസുലേഷൻ. അപ്പോൾ എന്താണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഫ്രം ദി സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് റേസ്, ദിസ് ഈസ് കാൾഡ് ഇൻസുലേഷൻ. അപ്പോൾ ഇതാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ടു സീ എക്സെട്ര ആൾസോ കോസ് ലോക്കൽ വേരിയേഷൻസ് ഇൻ ദി ടെമ്പറേച്ചർ കണ്ടീഷൻസ്. ഇനി ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ലോക്കൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ടു സീ, ലോക്കൽ വേരിയേഷൻസ് ഇൻ ദി ടെമ്പറേച്ചർ കണ്ടീഷൻസ്, അതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഹൗ ഈസ് ടെമ്പറേച്ചർ മെഷേർഡ്. ഇനി അടുത്തതായിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് തെർമോമീറ്റർ. അപ്പോൾ ഏതാണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് തെർമോമീറ്റർ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? തെർമോമീറ്റർ. ഇറ്റ് റെക്കോർഡ്സ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹൈറ്റ്. ഇത് ഏത് റെക്കോർഡ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് തെർമോമീറ്റർ. ഇറ്റ് റെക്കോർഡ്സ് ടെമ്പറേച്ചർ ഇൻ ഏത് യൂണിറ്റിലാണ്? ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹൈറ്റ്. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ഇൻസ്ട്രുമെൻറ്റ് ബാരോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? ബാരോമീറ്റർ. ഇനി അത് ഏത് യൂണിറ്റിലാണ് റെക്കോർഡ് ചെയ്യണത്? വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ദ യൂണിറ്റ് ഹെക്ടോ പാസ്കൽ, HPa ഓർ മില്ലി ബാർ, MB. അപ്പോൾ ഇത് ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ HPa എന്ന് പറയും, മില്ലി ബാർ അല്ലെങ്കിൽ MB. ഇനി അത് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇതിൽ എന്താണ് എയർ കറൻറ്റ്? വാട്ട് ഈസ് എയർ കറൻറ്റ്? As a result of insulation, the atmospheric air expands, become less dense and rises up. This air movement is called air current. അപ്പോൾ എന്താണ് എയർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ് ഇൻസുലേഷൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻസ്, ബിക്കംസ് ലെസ് ഡെൻസ് ആൻഡ് റൈസസ് അപ്പ്. അപ്പോൾ ഇൻസുലേഷൻ്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ ഡെൻസിറ്റി കുറയും, എന്നിട്ട് അത് റൈസസ് അപ്പ്, അല്ലേ, ഉയരും. ഈ ഒരു എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് എയർ കറൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് വിൻഡ്? എയർ മൂവ്സ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ, സച്ച് എയർ മൂവ്മെൻറ്റ് ഈസ് കാൾഡ് വിൻഡ്. ഇപ്പോൾ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എയർ മൂവ് ചെയ്യുന്നത് ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലേക്കാണ്. ഈ ഒരു എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് വിൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് അനിമോമീറ്റർ. അനിമോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വിൻഡ് സ്പീഡ്. ഇനി വിൻഡിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? അനിമോമീറ്ററാണ്. അപ്പോൾ വിൻഡിൻ്റെ സ്പീഡ് മെഷർ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി വിൻഡ് സ്പീഡ് ഏതാണ്? അനിമോമീറ്റർ. ഇനി അടുത്ത ഇൻസ്ട്രുമെൻറ്റ് വിൻഡ് വെയിൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് വിൻഡ് വെയിൻ. അപ്പോൾ ഇത് രണ്ടും മാറരുത്. അനിമോമീറ്റർ എന്തിനാണ്? വിൻഡ് സ്പീഡിനും, ഡയറക്ഷൻ വിൻഡ് വെയിനുമാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, എന്താണ് ഹ്യൂമിഡിറ്റി? ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്നുള്ള ടോപ്പിക്കിൽ വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ്
ഹ്യൂമിഡിറ്റി. അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി? ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കണ്ടൻറ്റിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്, ഹൈഗ്രോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ഹൈഗ്രോമീറ്റർ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് കണ്ടൻസേഷൻ. അപ്പോൾ എന്താണ് കണ്ടൻസേഷൻ? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ കൂൾസ് ഡൗൺ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസേഷൻ? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ കൂൾസ് ഡൗൺ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. വാട്ടർ വേപ്പർ കൂളായിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എയറോസോൾസ്. വാട്ട് ഈസ് എയറോസോൾസ്? The water vapor condenses around the fine dust particles in the atmosphere are called aerosols. Aerosols എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട് ദി ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് എയറോസോൾസ്. ദെൻ നെക്സ്റ്റ് ഇനി ക്ലൗഡ്സ് ആർ നോട്ട് ഓൺലി ഫോം ഓഫ് കണ്ടൻസേഷൻ, ഫോഗ്, ഡ്യൂ എക്സെട്ര ആർ ഇറ്റ്സ് അതർ ഫോംസ്. അപ്പോൾ ഇനി കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസുകളാണ് ഫോഗും ഡ്യൂയും. അപ്പോൾ അതിൽ ഫോഗ് എന്താണ്? ഫോഗ് എന്ന് പറയുന്നത് ഫൈൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിമൈനിങ് സസ്പെൻഡഡ് സ്മോക്ക് ഓവർ ദ വാലീസ് ആൻഡ് വാട്ടർ ബോഡീസ്. ദിസ് ഫോം ഓഫ് കണ്ടൻസേഷൻ ഈസ് കോൾഡ് ഫോഗ്. അപ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ വാലീസിലും വാട്ടർ ബോഡീസിലും ഒക്കെ ഒരു പുക പോലെ അല്ലെ സ്മോക്ക് പോലെ നിൽക്കുന്നതിനെയാണ്, ആ ഒരു ഫോം ഓഫ് കണ്ടൻസേഷനെയാണ് ഫോഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് ഡ്യൂ? ഇൻ കൂൾ മോർണിംഗ്സ് കണ്ടൻസ്ഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഓൺ ഗ്രാസ് ബ്ലേഡ്സ് ആൻഡ് അതർ കോൾഡ് സർഫസസ്. ഇനി നല്ല തണുത്ത മോർണിംഗ്സിൽ നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ ഗ്രാസിലും മറ്റ് സ്ഥലങ്ങളിലും കോൾഡായിട്ടുള്ള സർഫസസിലൊക്കെ കാണും. അതിനെയാണ് എന്ത് പറയുന്നത്? ഡ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ് പ്രസിപ്പിറ്റേഷൻ എന്നുള്ളത്? വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ? പ്രസിപ്പിറ്റേഷൻ എന്താണ്? പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം as the condensation proceeds, the size and weight of the water droplets increase and they move down under the influence of gravity. Similarly, the increase in size of water droplets in the clouds make them fall down to the earth. This process is called precipitation. അപ്പോൾ കണ്ടൻസേഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മൂലം താഴേക്ക് മൂവ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ക്ലൗഡ്സ് മേക്ക് ദം ഫാൾ ഡൗൺ ടു ദി എർത്ത്. അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് താഴേക്ക് മഴയായിട്ട് വരും. അതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്നുള്ളത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ? അതിലൊന്നാമത്തത് ഏതാണ്? റെയിൻഫാൾ, രണ്ടാമത്തത് സ്നോഫാൾ, മൂന്നാമത്തത് ഹെയിൽസ്റ്റോൺ. അപ്പോൾ ദെൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ റെയിൻഫാൾ, സ്നോഫാൾ, ഹെയിൽസ്റ്റോൺ. അതിൽ റെയിൻഫാൾ, വാട്ട് ഈസ് റെയിൻഫാൾ? Precipitation in the form of water droplets. It is called rainfall. Then precipitation in the form of tiny crystals of ice. It is called snowfall. Then what is hailstone? Precipitation in the form of ice petlets. It is called hailstones. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് അടുത്തൊരു ഇൻസ്ട്രുമെൻറ്റ് റെയിൻ ഗേജ് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ റെയിൻഫാൾ. റെയിൻഫാൾ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് റെയിൻ ഗേജ്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് സെൻറ്റിമീറ്റർ ഓർ ഇഞ്ച്. ഇത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ചിലാണ്. ഇനി നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്? വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ അതിൽ വെതർ എന്ന് പറയുമ്പോൾ ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഈസ് കോൾഡ് വെതർ. വെതർ എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ പെർട്ടിക്കുലർ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്, വെതർ എന്ന് പറയുന്നത്. എന്നാൽ ക്ലൈമറ്റ് എന്താണ്? ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓഫ് എനി റീജിയൺ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ക്ലൈമറ്റ്. അതായത് പിന്നെ ഏതെങ്കിലും ഒരു റീജിയണിലെ ഒരു ലോങ്ങർ പീരീഡിലുള്ള ആവറേജ് വെതർ കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്, ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് 13th ചാപ്റ്റർ, എ ഗ്ലിംസ് ഓഫ് ഇന്ത്യ. ടൈറ്റിൽ എന്താണ്? എ ഗ്ലിംസ് ഓഫ് ഇന്ത്യ. ഇതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഗ്ലിംസ് ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലാറ്റിറ്റ്യൂഡ്സ് 8°4 നോർത്ത് ആൻഡ് 37°6 നോർത്ത് ആൻഡ് ദ ലോഞ്ചിറ്റ്യൂഡ് 68°7 ഈസ്റ്റ് ആൻഡ് 97°25 ഈസ്റ്റ്. ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡിനും ഇടയ്ക്കാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇറ്റ് ഈസ് ദ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഇനി വേൾഡിലെ 7ാമത്തെ വലിയ രാജ്യം ഏതാണ്? ഇന്ത്യ. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇനി ഹിമാലയാസ്. ഹിമാലയാസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കറിയാം, ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് അല്ലേ, പാർട്ട് ഓഫ് ഹിമാലയാസ് സ്ട്രെച്ചസ് ഓവർ എ ഡിസ്റ്റൻസ് 2400 കിലോമീറ്റേഴ്സ് ബിറ്റ്വീൻ ജമ്മു ആൻഡ് കാശ്മീർ ഇൻ ദി നോർത്ത് വെസ്റ്റ് ആൻഡ് അരുണാചൽ പ്രദേശ് ഇൻ ദി നോർത്ത് ഈസ്റ്റ്. ഏതൊക്കെ പാർട്ടിലാണ് ഹിമാലയാസ് കിടക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഫിസിയോഗ്രഫിക് യൂണിറ്റാണ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൺ എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള ലോഫ്റ്റി പീക്സ് ലൈക്ക് ദ കാഞ്ചൻജംഗ ആൻഡ് നന്ദാദേവി ആർ പാർട്സ് ഓഫ് ദി ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ്. ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിലെ ലോഫ്റ്റി പീക്സുകൾ ഏതൊക്കെയാണ്? കാഞ്ചൻജംഗ, നന്ദാദേവി. ഇനി ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ആണ്, നേപ്പാളിലെ. ദ മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദീസ് റേഞ്ചസ്. ഈ റേഞ്ചസിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. ഇനി ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര അല്ലേ, ഒറിജിനേറ്റ് ഫ്രം ദി ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ്. ഏതൊക്കെ നദികളാണ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇതാണ്. ഇനി ഇവിടുത്തെ ഹിൽ സ്റ്റേഷൻസ്, ഈ ഒരു റേഞ്ചസിലെ ഇമ്പോർട്ടൻറ്റ് ഹിൽ സ്റ്റേഷൻസ്, സെവറൽ ഹിൽ സ്റ്റേഷൻസ് സച്ചാസ് ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി അല്ലേ. ഇവിടെ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിലുള്ള ഇമ്പോർട്ടൻറ്റ് ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി എന്നിവയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ്. ഇനി നെക്സ്റ്റ് ഇവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ് ഏതൊക്കെ? പൊട്ടറ്റോ, ബാർലി ആണ് ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ സാഫ്രൺ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇതിൽ പറയുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. ഹൗ ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഈസ് ബെനഫിഷ്യൽ ടു അസ്. എങ്ങനെയാണ് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ നമുക്ക് ബെനഫിഷ്യൽ ആകുന്നത്, പ്രയോജനകരമാകുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ്, ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എങ്ങനെ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇറ്റ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ദി കോൾഡ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം സെൻട്രൽ ഏഷ്യ ഡ്യൂറിങ് വിൻ്റർ. The northern mountains block the monsoon winds and cause rainfall all over North India. അതാണ് അതിൻ്റെ റീസൺ. ഇനി രണ്ടാമത്തത് നാച്ചുറൽ ബാരിയർ, അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുക താഴെയുള്ളത്. മൂന്നാമത്തത് സോഴ്സ് ഓഫ് റിവേഴ്സ്, മൂന്നാമത്തെ പോയിൻ്റ്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര അതിൻ്റെ ഒരുപാട് ട്രൈബ്യൂട്ടറീസ് ഒക്കെ തന്നെ അതിൻ്റെ സോഴ്സാണ്. ഈ 3 പോയിന്റുകളും അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് ഹൗ ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഈസ് ബെനഫിഷ്യൽ ടു അസ്, അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി നോർത്ത് ഇന്ത്യ, ദ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചിട്ടാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അതെന്താണ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഇനി ഇവിടുത്തെ ക്രോപ്സുകൾ ഏതൊക്കെ? ഡിഫറെൻറ്റ് ക്രോപ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ: വീറ്റ്, മെയ്സ്, പാഡി, ഷുഗർ കെയിൻ, കോട്ടൺ, പൾസസ്. ഇതൊക്കെയാണ് മെയിൻ ക്രോപ്സുകൾ.
ഇനി the western part of this place receives only scanty rainfall. Hence, most regions of the state of Rajasthan located in the northwestern part of India is a desert. ഇനി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അതിൻ്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഒരു ഡെസേർട്ടാണ്. നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? രാജസ്ഥാനാണ് അല്ലേ? രാജസ്ഥാൻ ഡെസേർട്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഏതാണ്? രാജസ്ഥാനാണ്. അത് ഡെസേർട്ടാണ്. ഈ റീജിയൺ അറിയപ്പെടുന്ന പേരെന്താണ്? മരുസ്ഥലി. നോർത്ത് വെസ്റ്റേൺ പാർട്ട് അറിയപ്പെടുന്ന പേര് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഈസ് നോൺ ആസ് മരുസ്ഥലി. ഇനി ചീഫ് ക്രോപ്സ് ഓഫ് രാജസ്ഥാനിലെ ചീഫ് ക്രോപ്സ് ഏതൊക്കെയാണ്? ജോവർ ആൻഡ് ബാജ്ര. അപ്പോൾ വിച്ച് ഈസ് ദ ചീഫ് ക്രോപ്സ് ഓഫ് രാജസ്ഥാൻ ഏതൊക്കെയാണ്? ജോവർ, ബാജ്ര. ഇനി നെക്സ്റ്റ് വൺ പ്ലാറ്റ്യൂ നോക്കിയാൽ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റുകളെന്ന് പറയുന്നുണ്ട്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക ഇതൊക്കെ പറയുന്നുണ്ട്. ദെൻ ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് എ പാർട്ട് ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഇനി പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ളത് ഏതാണ്? ഡെക്കാൻ പ്ലാറ്റ്യൂ. ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഏതാണ്? ഡെക്കാൻ പ്ലാറ്റ്യൂ. ഇനി അതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദ ബ്ലാക്ക് സോയിൽ ഫോംഡ് ബൈ വെതറിങ് ഓഫ് ദീസ് റോക്സ് ഈസ് ഐഡിയൽ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ. ഇനി പെനിൻസുലാർ പ്ലാറ്റ്യൂവിലുള്ള ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്, അത് എന്തിനാണ്? ഐഡിയൽ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ കൾട്ടിവേഷന് വളരെയധികം ഐഡിയൽ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? ബ്ലാക്ക് സോയിൽ. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ ആ കോട്ടൺ കൾട്ടിവേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ അല്ലേ? ഡാറ്റ് സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ഓർ ഐഡിയൽ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. ഏത് സോയിലാണ്? ബ്ലാക്ക് സോയിൽ. ദെൻ ദ മൗണ്ടെയിൻ റേഞ്ചസ് വിന്ധ്യ, സത്പുര, ആരവല്ലി ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? മൗണ്ടെയിൻ റേഞ്ചസ് ആയിട്ടുള്ള വിന്ധ്യ, സത്പുര, ആരവല്ലി, ദെൻ വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട് ഇതെല്ലാം തന്നെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗമാണ്. ദെൻ ആനമുടി ഇൻ കേരള ഈസ് ദ ഹയ്യസ്റ്റ് പോയിൻ്റ് ഇൻ ദിസ് റീജിയൻ. ഇനി ഇതിലെ ഹയ്യസ്റ്റ് പോയിൻ്റ്, പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ ഹയ്യസ്റ്റ് പോയിൻ്റ് ഏതാണ്? ആനമുടിയാണ്. മേജർ ക്രോപ്സുകൾ, പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ മേജർ ക്രോപ്സുകൾ ഏതൊക്കെയാണ്? കോട്ടൺ, പൾസസ്, ഗ്രൗണ്ട്നട്ട്, ഷുഗർ, മെയ്സ്, റാഗി, ചില്ലി എന്നിവയാണ് മേജർ ക്രോപ്സ്. ഇനി അവിടുത്തെ റിവേഴ്സ്, ദ ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെ റിവേഴ്സാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ്. ഇനി കോസ്റ്റൽ പ്ലെയിൻ നോക്കിയേ. കോസ്റ്റൽ പ്ലെയിൻ അതിൽ പാഡി ഈസ് ദ പ്രോമിനൻറ്റ് ഓൺ ദി കൃഷ്ണ, ഗോദാവരി, മഹാനദി ബേസിൻസ് ഇൻ ദി ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇവിടുത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കൾട്ടിവേഷൻ പാഡിയാണ്. പിന്നെ മെയിൻ ഒക്യുപ്പേഷൻ ഏതാണ്? കോസ്റ്റൽ ഏരിയയിലെ ഫിഷിംഗ് അല്ലേ? ഫിഷിംഗ് ഈസ് ദി മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് എലോങ് ദ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റൽ പ്ലെയിനിലെ ഇമ്പോർട്ടൻറ്റ് മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് കോസ്റ്റൽ ഏരിയ ഏതാണ്? ഫിഷിംഗ്. ഇനി നെക്സ്റ്റ് ഐലൻഡ് ആണ്. വാട്ട് ഈസ് ഐലൻഡ്? ഐലൻഡ് ആർ ദി ലാൻഡ് ഏരിയ സറൗണ്ടഡ് ബൈ ദി സീ. ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ് ഏരിയ സറൗണ്ടഡ് ബൈ ദി സീ. സീയെ ചുറ്റിയുള്ള ലാൻഡ് ഏരിയയാണ് എന്ത് പറയുന്നത്? ഐലൻഡ്. അതിൽ ലക്ഷദ്വീപ് ഐലൻഡ് ഇൻ ദി അറേബ്യൻ സീ. ലക്ഷദ്വീപ് ഐലൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അറേബ്യൻ സീയിലാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇൻ ദി ബേ ഓഫ് ബംഗാൾ. ആൻഡമാൻ നിക്കോബാർ ബേ ഓഫ് ബംഗാളിലും ആണുള്ളത്. ഇനി മേജർ ഫിസിയോഗ്രഫിക് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മേജർ ഫിസിയോഗ്രഫിക് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണ്? നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ദി ഐലൻഡ്സ്. ഇതാണ് മേജർ ഫിസിയോഗ്രഫിക് യൂണിറ്റ്സുകൾ ഉള്ളത്. ഇനി നെക്സ്റ്റ് റിവേഴ്സാണ്. റിവേഴ്സ് ഇൻ ഇന്ത്യയിലെ റിവേഴ്സ്. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? വാരണാസി ടൗൺ ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി റിവർ ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു ടൗണാണ്. ഏതാണ് ടൗണ്? വാരണാസി കേട്ടോ. ഗംഗയുടെ തീരത്തുള്ള ടൗണ് അത് വാരണാസിയാണ്. ദെൻ ഇനി എന്താണ് ഹിമാലയൻ റിവേഴ്സ്? ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി ഹിമാലയാസ് ആർ നോൺ ആസ് ദി ഹിമാലയൻ റിവേഴ്സ്. ഇപ്പോൾ ഡിഫൈൻ ഹിമാലയൻ റിവേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി ഹിമാലയാസ് ആർ നോൺ ആസ് ദി ഹിമാലയൻ റിവേഴ്സ്.
Then as they originate from the snow-clad mountains, they are perennial rivers. ഇനി ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്നോ-ക്ലാഡ് മൗണ്ടെയ്ൻസിൽ നിന്നാണ്, അതുകൊണ്ട് ഇത് പെരനിയൽ റിവേഴ്സ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് peninsular rivers. What is peninsular rivers? The rivers that originate from the peninsular plateau are known as the peninsular rivers. Peninsular plateauവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ആണ് peninsular rivers. ഇനി മേജർ പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെ? വിച്ച് ആർ ദി മേജർ പെനിൻസുലാർ റിവേഴ്സ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇത്രയുമാണ് മേജർ പെനിൻസുലാർ റിവേഴ്സ്. ആസ് ദീസ് റിവേഴ്സ് ആർ റെയിൻഫെഡ്, ദേ ആർ നോൺ പെരനിയൽ. ഇനി പെനിൻസുലാർ റിവേഴ്സ് എല്ലാം തന്നെ റെയിൻഫെഡ് ആണ്, മഴയെ ആശ്രയിച്ചാണ് ഉള്ളത്, അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നുണ്ട്? നോൺ പെരനിയൽ എന്ന് പറയുന്നുണ്ട്. ഇനി റിവേഴ്സ് ഫ്ലോയിങ് ടു ദി അറേബ്യൻ സീ. അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. റിവേഴ്സ് ഫ്ലോയിങ് ടു ദി ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിൽ ഒഴുകിയെത്തിച്ചേരുന്നത് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ഇത്രയുമാണ് ഉള്ളത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് സോയിൽ ടൈപ്സ് ആണ്. സോയിലുകളാണ്. ഇന്ത്യയിലെ സോയിലുകൾ ഏതൊക്കെ എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോയിലുകൾ ഏതൊക്കെയാണ്? ആലുവൈൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, ഡെസേർട്ട് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, മൗണ്ടെയിൻ സോയിൽ, റെഡ് സോയിൽ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോയിലുകൾ. അപ്പോൾ ഇനി ഓരോന്നും എന്തിനൊക്കെയാണ്? ഇപ്പോൾ ആലുവൈൽ സോയിൽ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് അതർ റിവർ വാലീസ് ഈസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ വൺ. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് ആലുവൈൽ സോയിൽ എന്നുള്ളത്. ഇനി ദ ബ്ലാക്ക് സോയിൽ ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റു ഈസ് ഐഡിയൽ ഫോർ ദി കോട്ടൺ കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ, ഷുഗർ കെയിൻ എക്സെട്ര. ഇനി ബ്ലാക്ക് സോയിൽ, പെനിൻസുലാർ പ്ലാറ്റുവിലെ ബ്ലാക്ക് സോയിൽ കോട്ടൺ കൾട്ടിവേഷന് വളരെയധികം നല്ലതാണ്. പിന്നെ റെഡ് സോയിൽ ആൻഡ് ലാറ്ററൈറ്റ് സോയിൽ ആണ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സോയിൽ. ഇത് ലെസ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. പിന്നെ മൗണ്ടെയിൻ സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദി ഡെൻസിലി ഫോറസ്റ്റഡ് മൗണ്ടേനിയസ് റീജിയൻസ്. മൗണ്ടെയിൻ സോയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഡെൻസിലി ഫോറസ്റ്റഡ് മൗണ്ടേനിയസ് റീജിയണിൽ. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടൻറ്റ്. ഇത് വളരെയധികം ഹ്യൂമസ് കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഡാഷ് സോയിൽ റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടൻറ്റ്. ഏത് സോയിലാണത്? മൗണ്ടെയിൻ സോയിൽ. നെക്സ്റ്റ് വൺ ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചിറാപുഞ്ചി വിച്ച് റെക്കോർഡ്സ് ദ വേൾഡ്സ് ഹയസ്റ്റ് റെയിൻഫാൾ ഈസ് ഇൻ ഇന്ത്യ. വേൾഡ്സ് ഹയസ്റ്റ് റെയിൻഫാൾ, ഇന്ത്യയിലെ ഹയസ്റ്റ് റെയിൻഫാൾ എവിടെയാണ്? ചിറാപുഞ്ചിയിലാണ് ഉള്ളത്. ഇനി 3 ഡിസ്റ്റിങ്ക്റ്റ് സീസൺസ് ആർ ഐഡൻറ്റിഫൈഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 3 സീസണുകൾ ഏതൊക്കെയാണ്? സമ്മർ സീസൺ, വിൻ്റർ സീസൺ, റെയിനി സീസൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് 3 സീസൺ. അതിൽ സമ്മർ സീസൺ എന്നാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് മാർച്ച് ടു മെയ്. അത് ശ്രദ്ധിക്കുക. മാർച്ച് ടു മെയ് ഏത് സീസണാണ്? സമ്മർ സീസണാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വിൻ്റർ സീസൺ. വിൻ്റർ സീസൺ ഇൻ ഇന്ത്യ എക്സ്പീരിയൻസ്ഡ് ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി. ഡിസംബർ ടു ഫെബ്രുവരി ഉള്ളതാണ് ഇത് വിൻ്റർ സീസൺ. ഈ വിൻ്റർ സീസൺ ആണ് ഐഡിയൽ ഫോർ വീറ്റ് കൾട്ടിവേഷൻ കേട്ടോ. പഞ്ചാബിൽ പിന്നെ ഈ ഒരു സീസൺ വീറ്റ് കൾട്ടിവേഷന് വളരെയധികം അനുയോജ്യമാണ്. ദെൻ റെയിനി സീസൺ. 2 റെയിനി സീസൺ ഉണ്ട്, 2 റെയിനി സീസൺ. ഫസ്റ്റ് ഏതാണ്? ജൂൺ ടു സെപ്റ്റംബർ അല്ലേ. ഫസ്റ്റ് സീസൺ ജൂൺ ടു സെപ്റ്റംബർ ആണ്. ഇതാണ് അറിയപ്പെടുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. ദെൻ അത് കഴിഞ്ഞ് ഒക്ടോബർ ടു നവംബർ ഉള്ള റെയിനി സീസൺ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. 2 ഓർമ്മിക്കുക. ഒക്ടോബർ ടു നവംബർ നോർത്ത് ഈസ്റ്റ് മൺസൂൺ, ജൂൺ ടു സെപ്റ്റംബർ സൗത്ത് വെസ്റ്റ് മൺസൂണും ആണ്. ഇനി നെക്സ്റ്റ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് അനിമൽ ഡൈവേഴ്സിറ്റി ആണ്. അപ്പോൾ അതിൽ ട്രോപ്പിക്കൽ നാച്ചുറൽ വെജിറ്റേഷൻ അനിമൽ ലൈഫിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അവിടെ ഹൈ ആനുവൽ റെയിൻഫാൾ കിട്ടുന്നതാണ്. എന്തൊക്കെയാണ് അനിമൽസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയുള്ള അറ്റ്ലസ് മോത്ത്, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മോത്ത് അല്ലേ, വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മോത്ത്, അതിൻ്റെ പേരെന്താണ്? അറ്റ്ലസ് മോത്താണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിലാണ് കാണപ്പെടുന്നത്. ഇനി ഡെസ്യൂഡസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സീസണൽ റെയിൻഫാൾ അല്ലേ. ഏരിയാസ് വെർ ഓൺലി സീസണൽ റെയിൻഫാൾ ഈസ് അവൈലബിൾ. സീസണൽ റെയിൻഫാൾ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഇവിടെ ഡീർ, ഹെയർ, പീകോക്ക്, ഹോൺബിൽ, പിന്നെ ഇന്ത്യൻ ഗോർ, എലിഫൻറ്റ്, ടൈഗർ, ലിപ്പേർഡ് തുടങ്ങിയിട്ടുള്ള അനിമൽസാണ് കാണപ്പെടുന്നത്.
ദെൻ നെക്സ്റ്റ് ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്സ്. ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്സ് അതിൽ ആസ് റെയിൻഫാൾ ഈസ് മീഗർ ഓൺലി ത്രോണി ആൻഡ് ഷ്രബ്സ് വെജിറ്റേഷൻ. റെയിൻഫാൾ കുറവുള്ള രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്സ് കാണുന്നത്. ഇവിടെ മൃഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാമൽ, വൾച്ചർ, ഈഗിൾ, പിന്നെ സെവറൽ റെപ്റ്റൈൽസുമാണ് കാണുന്നത്. ദെൻ മാംഗ്രൂവ് ഫോറസ്റ്റ്. മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം റിവർ ബാങ്ക്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് അല്ലേ. അതുപോലെ തന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആർ ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദി ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗറിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഏതാണ്? മാംഗ്രൂവ് ഫോറസ്റ്റ്. ഡാഷ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആർ ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ബംഗാൾ ടൈഗർ ഏതാണ്? മാംഗ്രൂവ് ഫോറസ്റ്റ്. ദെൻ മൗണ്ടെയിൻ ഫോറസ്റ്റ്. Coniferous trees that grow in the higher reaches and mosses in the severely cold regions fall in the category of mountain forest. കോണിഫറസ് ട്രീസ് ആണ് ഇവിടെ സാധാരണ, അതായത് പൈൻ മരങ്ങൾ. പിന്നെ ഇവിടെയുള്ള അനിമൽസ് ഏതൊക്കെയാണ്? മസ്ക് ഡീർ, സ്നോ ലെപ്പേർഡ്, ഹിമാലയൻ താർ എന്നിവയൊക്കെയാണ്. പിന്നെ ഹൈ റേഞ്ചസ് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട്സ് ഈസ് ദി അബോർഡ് ഓഫ് നീലഗിരി താർ. വെസ്റ്റേൺ ഗട്ടിൻ്റെ ഹൈ റേഞ്ചസിൽ ഏത് മൃഗങ്ങളുണ്ട്? നീലഗിരി താർ എന്നുള്ള മൃഗങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ 2 ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകം പഠിക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് ആണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റിവിഷൻ മൊഡ്യൂളിൽ ഉള്ളത്. ഓക്കെ, താങ്ക് യു.